ഹായ് ഓൾ, വൈഷ്ണവാണ്. ഇന്ന് നമ്മൾ വോയിസ് ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഐഫോൺ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഐഫോൺ ട്യൂട്ടോറിയൽസിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്ന് ആദ്യമേ കുറച്ച് ജസ്റ്റേഴ്സ് നമുക്ക് നോക്കേണ്ടത്. ആൻഡ്രോയിഡ് എന്നുള്ളത് വ്യത്യാസമായിട്ട് ഇതിനകത്ത് കുറച്ച് ജസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ നമുക്ക് ഇവിടെ നാവിഗേഷൻ ബട്ടൺസ് അവൈലബിൾ അല്ല, ഹോം, ബാക്ക്, റീസെന്റ് ആപ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ ഇതൊക്കെ ജസ്റ്റേഴ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. നിലവില് നമുക്ക് കുറച്ച് ജസ്റ്റേഴ്സ് ഇപ്പം പറഞ്ഞുതരാം ആദ്യം തന്നെ. അതായത് നമുക്ക് ഹോം, അതായത് റീസെന്റ് ആപ്സിലോട്ടോ ഹോമിലേക്കൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ ഒറ്റ വിരൽ വെച്ചിട്ട് സ്ക്രീനിന്റെ ബോട്ടം സൈഡിൽ നിന്ന് Screen dimmed. Phone pay. മുകളിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ രണ്ട് ടാപ്പ് കേൾക്കുമ്പോൾ നമുക്ക് ഹോമിലോട്ട് പോകാനുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ 3 ടാപ്പ് കേൾക്കുമ്പോൾ അത് റീസെന്റ് ആപ്സ് ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഞാൻ കണ്ടില്ല, Lift. WhatsApp. 560 new items. ഓക്കെ, നിങ്ങൾ 2 ടാപ്പ് കേട്ട് കാണും. അപ്പം നമ്മൾ ഇവിടെ വന്നു, ഹോം സ്ക്രീനിൽ തന്നെ വന്നു. ഇനി 3 ടാപ്പ് കേൾക്കുമ്പോൾ എന്താണെന്ന് നോക്കാം. App switcher. Photos. Active. കേട്ടോ, Actions available. ആപ്പ് സ്വിച്ചർ. അതെ, നമ്മുടെ റീസെന്റ് ആപ്സിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 സ്ലൈഡ് ചെയ്യാം. നമുക്ക് 2 ടാപ്പ് കേൾക്കുമ്പോൾ ലിഫ്റ്റ് ആപ്പ് ചെയ്യാം. കണ്ടോ, നമ്മളിപ്പം Photos. വീണ്ടും ഹോം സ്ക്രീനിലോട്ട് വന്നു. ഹോം സ്ക്രീന് നമുക്ക് ആൻഡ്രോയിഡിലെ പോലെ തന്നെ ആണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാട്സപ്പ്, അതുപോലെ ഗൂഗിൾ പേ, മറ്റു കാര്യങ്ങൾ, അതുപോലെ ഫോണ്, മെസ്സേജസ്, നമുക്കിവിടെ ഗൂഗിൾ ക്രോം, അതുപോലെ സഫാരി ഉണ്ട്. ഞാൻ സഫാരിയാണ് സെറ്റ് ചെയ്ത് Screen വെച്ചിരിക്കുന്നത്. dimmed. Google Pay. അത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ടൈം പറയുന്നത് നമ്മളിവിടെ ഇതിനകത്ത് വോയിസ് ഓവറിനകത്ത് കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നിലവിൽ നിങ്ങൾ കേൾക്കുന്നത് വോയിസ് ഓവർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ്, റീജിയൻ ആൻഡ് ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജ് ആണ് കൊടുത്തത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്തതുകൊണ്ട് ഇംഗ്ലീഷ് ഇന്ത്യൻ വോയിസുകളാണ് വന്നിട്ടുള്ളത്. നമുക്കത് ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് സെറ്റിംഗ്സിലോട്ട് പോയി വോയിസ് ഓവറിലെ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഈ ടോക്ക് ബാക്കിനകത്തുള്ള വെർബോസിറ്റി പോലത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജസ്റ്റേഴ്സ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മള് ജിഷോയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ വേർഡ്, ടോക്ക് ബാക്കിനടക്കമുള്ള ക്യാരക്ടർ മോഡ്, വേർഡ് മോഡ്, ഹെഡിങ്സ്, സ്പീച്ച് വോളിയം, അത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ അതിന് റൗട്ടർ എന്ന് പറയും. അപ്പൊ നമുക്ക് റൗട്ടറിനകത്ത് എന്തൊക്കെ ആക്ഷൻസ് ആണ് ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ഈ സ്പീക്ക് സെറ്റ് ചെയ്യാം. ഈ സ്പീക്ക് അല്ലാതെ നിങ്ങൾക്ക് മറ്റു വോയിസുകളോട് ഓട്ടോ ഡീറ്റെയിൽസ് പോലെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പം പറഞ്ഞിട്ടുള്ളത് Screen dimmed. ഹോം സ്ക്രീനിലോട്ട് വരാനും റീസെന്റ് ആപ്സിലോട്ട് വരാനും പറഞ്ഞു അല്ലേ. താഴെ നിന്ന് മുകളിലോട്ട് സ്ലൈഡ് ചെയ്യും. ഒറ്റ വിരൽ വെച്ച് നിരക്കി കൊണ്ടുപോകുമ്പോൾ 2 ടാപ്പ് കേൾക്കുമ്പോൾ ഫിംഗർ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലോട്ട് വരും. 3 ടാപ്പ് കേൾക്കുമ്പോൾ ഫിംഗർ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസെന്റ് ആപ്സ് കിട്ടും. അതേപോലെ മുകളിൽ നിന്ന് 2 ടാപ്പ് കേൾക്കുമ്പോൾ കൺട്രോൾ സെന്റർ, നമ്മുടെ ഈ പറയുന്ന മൊബൈൽ ഡാറ്റ, അത്തരം കാര്യങ്ങൾ ഞാൻ മുകളിൽ താഴേക്ക് വലിക്കുകയാണെ. Notification center. 10:18 p.m. ഇത് 3 തവണയാണ് വലിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 തവണയായി പോയിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ സെന്റർ വന്നു. ഞാൻ ബാക്കിലോട്ട് പോകുന്നു. താഴെ നിന്ന് 2 വിരൽ വെച്ച് മുകളിലോട്ട് വലിക്കും. WhatsApp. 560 new items. ഞാൻ ഒരു വിരൽ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് 2 തവണ ടാപ്പ് വെക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നു. Control center. Airplane mode. Switch button. Off. കണ്ടോ, Actions available. കൺട്രോൾ സെന്ററിലേക്ക് വന്നു. അവിടെ ഇപ്പൊ നമ്മുടെ ഫോക്കസ് കിടക്കുന്നത് എയർപ്ലെയിൻ മോഡിലാണ്. റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത്, സ്വൈപ്പിങ്ങിൽ വ്യത്യാസമില്ല. നമ്മൾ പേജ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി 2 വിരലല്ല, ഇതില് 3 വിരലാണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. AirDrop. Switch button. Wi-Fi. Switch button. Off. ഞാൻ Actions available. റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ വോളിയം ഉണ്ട്. നമുക്ക് വോളിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ബ്രൈറ്റ്നസിന്റെ മേലെ വെക്കുകയാണ്. Brightness. 65%. Adjustable. Actions available. അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞു. ഇവിടെ ഒറ്റ വിരൽ വെച്ചിട്ട് സ്വൈപ്പ് അപ്പ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയും. നോക്കാം, ഞാൻ സ്വൈപ്പ് ഡൗൺ കൊടുക്കാം. 55%. സ്വൈപ്പ് അപ്പ് കൊടുക്കുകയാണ്. 65%. സിംഗിൾ ഫിംഗർ വെച്ചാണ്, ഡബിൾ ഫിംഗർ അല്ല. സിംഗിൾ ഫിംഗർ വെച്ച് സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ കൊടുക്കുമ്പോൾ നമുക്കത് മാറ്റാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ വോയിസ് ഓവറിന്റെ സെറ്റിംഗ്സിനകത്ത് പോയി ആദ്യം ചെയ്യുന്നത് നമ്മുടെ വോയിസ് മാറ്റുന്നു എന്നുള്ളതാണ്.
കാര്യം ഇതൊരു അനുയോജ്യമായിട്ട് തോന്നുന്നു. ഞാൻ ആദ്യം വോയിസ് മാറ്റുന്നു. അതിനുശേഷം വെർബോസിറ്റിയും കൂടെ ഈ സീരീസിൽ നമ്മൾ ഈ ഫസ്റ്റ് Screen വീഡിയോയിൽ നമ്മൾ dimmed. ഉൾപ്പെടുത്തുകയാണ്. അതിനുശേഷം Wi-Fi. Switch button. Off. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ സെറ്റിങ്സിൽ പോകുന്നു. കോൺഫിഗർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ഇത് വരുന്നത്. കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാം. സോ നമുക്ക് സെറ്റിങ്സിലോട്ട് പോകാം. Settings. സെറ്റിങ്സിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Settings. Wi-Fi. Not connected. Button. ഇതിനകത്ത് ആക്സസിബിലിറ്റിയിലോട്ട് പോകേണ്ടതുണ്ട്. Personal hotspot battery. Gen accessibility. Button. Settings. Back button. കണ്ടോ, സെറ്റിങ്സ് ബാക്ക് ബട്ടൺ എന്ന് പറഞ്ഞ് മുകളിൽ ഒരു ബട്ടൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് താഴെ നാവിഗേഷൻ ബട്ടൺസ് ഇല്ല. സോ ഇവിടെ ഞാൻ വോയിസ് ഓവറിലോട്ട് പോവാണ്. Voice over. On. Button. വോയിസ് ഓവർ ഓൺ ബട്ടൺ അല്ലേ, ഞാൻ ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Voice over. Switch button. On. ഞാൻ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് പോവാണ്. Voice over speaks items on the screen. അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. Tap once to select an item. ടാപ്പ് 1 ടു സെലക്ട് ആൻ ഐറ്റം. Double tap to activate the selected item. ഡബിൾ ടാപ്പ് ടു ആക്ടിവേറ്റ് ദി സെലക്ടഡ് ഐറ്റം. ഇങ്ങനെ അതിന് ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വോയിസ് ഓവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പവർ ബട്ടൺ 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ഓവർ ഓഫ് ആവും. വീണ്ടും 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ഓവർ ഓൺ ആവും. ഓക്കെ. Learn more. What's new in voiceover live recognition. Close button. Using on-device intelligence. Start live recognition button. ഇത് നമുക്ക് പിന്നീട് Actions available. Speaking rate. Heading. ഓക്കെ, ഫസ്റ്റ് വണ് സ്പീക്കിംഗ് റേറ്റ് ആണ്. Speaking rate 50%. Adjustable. ഇപ്പൊ 50% ആണ് സ്പീക്കിംഗ് റേറ്റ് ഉള്ളത്. നമ്മളത് മാറ്റുന്നില്ല. Adjusts the speaking rate of the current voice. അതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ദ സ്പീക്കിംഗ് റേറ്റ് ഓഫ് ദി വോയിസ്. ഓക്കെ. Speech button. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കയറാൻ പോകുന്നത് സ്പീച്ചിനകത്താണ്. ഞാനിതിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Primary voice. Heading. പ്രൈമറി വോയിസ്. അപ്പൊ നമുക്ക് അതിൽ സ്വൈപ്പ് ചെയ്ത് പോകാം. Rishi. English India. Button. ഋഷി ഇംഗ്ലീഷ് ഇന്ത്യ, ഈ ഒരു വോയിസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കത് മാറ്റി ഇതൊരു കാര്യം ചെയ്യാം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സമാന്ത, വോയിസ് ഓവറിലെ സമാന്ത, ഒരുപാട് വോയിസസ് ഇതിൽ അവൈലബിൾ ആണ്. നിലവിൽ നമുക്ക് സമാന്തയിലോ അല്ലെങ്കിൽ എലഗൻസോ ആയിട്ട് മാറ്റാം. ഓക്കെ, ഞാൻ Voice. ചെയ്തു. Rishi. Button. ഇവിടെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ Rate. Heading. Slider. 50 pitch. Heading. Rate. Heading. Voice. Rishi. Button. കണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് ടു സ്പീച്ചിൽ വരുന്ന പോലെ ഡീറ്റെയിൽസ് എല്ലാം താഴെ വന്നിട്ടുണ്ട്. ഞാനിപ്പം ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. നമുക്ക് വോയിസ് മാറ്റുകയാണല്ലോ വേണ്ടത്. Voice. English India. Heading. ഇവിടെ ഹെഡിങ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Aman. Download Aisha Enhanced. 114.2 megabytes. Button. ഓരോ വോയിസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ Actions കൊടുക്കുന്നുണ്ട്. available. അതിന്റെ പിന്നെ നമ്മുടെ എത്ര MB ഉണ്ടെന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. നമ്മൾ താഴോട്ട് വരികയാണ്. Download Aisha Premium. 270.2 megabytes. Button. Actions available. ഞാനിവിടെ 3 വിരൽ വെച്ച് സ്ക്രോൾ അപ്പ് ചെയ്യാണ്. ഇപ്പൊ നിലവിൽ സ്ക്രോൾ അപ്പ് ചെയ്യാൻ 3 വിരലാണ്, 2 വിരലല്ല. Page 2 of 13. Page 3 of 13. ഏതാണ്ട് 13ഓളം പേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു തേർഡ് പേജിൽ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് നോക്കാം. Siri. Button. Heading. Expanded. സിറി ഉണ്ട്, ഒന്നും കൂടെ കൊടുക്കാം. Page 4 of 13. English Scotland. United Kingdom. Heading. നമുക്ക് ഇംഗ്ലീഷ് യുഎസിലോട്ട് പോവാം. Page 5 of Download Daniel. English United Kingdom. Heading. യുണൈറ്റഡ് കിങ്ഡം Page ഉണ്ട്. 6 of 13. Download Serena. Download Oliver. Download Kate. Download Jamie Premier. Download Siri. But download English United States. Heading. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇവിടെ നമ്മൾ ജസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഹെഡിങ് കൊടുത്ത് ഡയറക്റ്റ് താഴോട്ട് വരായിരുന്നു. Download Agnes. Download Alec. Download Alice. Download Alice. Download Ava. Download Eloquence. Button. Heading. ഇവിടെ Collapsed. എലഗൻസ് ഉണ്ട്, അത് കൊലാപ്സ്ഡ് ആണ്. Download Evan. Download Evan and Fred. Button. Download Joel and Junior. But Kathy. But download Nathan. Download Nathan. Download Nick. Download Ralph. Samantha. Button. ഓക്കെ, ഇവിടെ സമാന്ത ഉണ്ട്. നമ്മുടെ ഇതിനകത്തുള്ള വോക്കലൈസറിൽ വരുന്ന സമാന്തയുടെ വോയിസ് കൂടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Voice. Samantha. Button.
ഓക്കെ, വോയിസ് സമാന്ത ആയിട്ടുണ്ട്. Rate. Heading. Slider. 50%. Adjustable. നമുക്കൊരു 55%. Hello. 60%. Hello. My name is Samantha. I am an American English voice. ഓക്കെ, നമ്മൾ സ്പീച്ച് റേറ്റ് സെറ്റ് ചെയ്തൊന്നുമില്ല. ഒരു വിരൽ വെച്ച് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്തപ്പോൾ സ്ലൈഡർ മാറി. ഇപ്പൊ അവിടെ 60% ആയിട്ടുണ്ട്. നമുക്ക് വേറെ ഓപ്ഷൻസ് Pitch. നോക്കാം. Heading. Slider. 50%. Adjustable. പിച്ച് മാറ്റുന്നില്ല. Speech volume. Heading. Slider. 1. Adjustable. പിച്ച് വോളിയം മാറ്റണ്ട. Timbre. 100. Adjustable. ഇതൊന്നും മാറ്റേണ്ടതില്ല. Sentence pause. 1. Adjustable. Audio effects. Heading. Equalizer. Button. Reset voice settings. Button. താഴെ റീസെറ്റ് Actions വോയിസ് available. സെറ്റിംഗ്സ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഋഷിയുടെ വോയിസിലോട്ട് പോകും. ഞാൻ സ്ക്രോൾ അപ്പ് ചെയ്ത് Page 1 of 2. പേജ് 1 of 2 പറഞ്ഞു. ഇവിടെ Speak. Edit voice. Speak. 10:25 p.m. Status bar item. Edit voice. Edit voice. Voice. Speech. Back button. സ്പീച്ച് ബാക്ക് ബട്ടൺ അല്ലേ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു? നമ്മുടെ സ്പീച്ച് വോക്കലൈസറിൽ കയറി സ്പീച്ചിൽ വന്നു. നമ്മുടെ സ്പീച്ച് നമ്മുടെ വോയിസ് സമാന്തയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഈ സ്പീക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മൾ പിന്നീട് കാണിച്ചു തരാം. ഓൾറെഡി ഈ സ്പീക്ക് നമുക്ക് ആപ്പ് സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. Speech. Heading. Primary voice. Heading. Samantha. English. Additional voices. Heading. ഇവിടെ വന്നിട്ട് നമുക്ക് അഡീഷണൽ വോയിസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ Add താഴെയായിട്ട് rotor voice. Button. ഇതാണ്ടോ ആഡ് റൗട്ടർ വോയിസ്. അപ്പൊ ഇതിനകത്ത് കയറി മലയാളം സെലക്ട് ചെയ്ത് ഈ സ്പീക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. Voices added here can be selected. Pitch change. Switch button. On. പിച്ച് ചേഞ്ച് ഓൺ ആണ്. Detect languages. Switch button. On. ഡിറ്റക്ട് ലാംഗ്വേജസ് നമുക്ക് ഇപ്പൊ നിലവിൽ ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് ഓട്ടോ ടി ടി എസ് പോലെ ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുന്ന ഈ ഈ- ഈ നമ്മുടെ ഇന്ത്യൻ വോയിസസിൽ ഹിന്ദിയാണ്. അത് തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൽ മാറിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ മലയാളം വോയിസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണ്ട സമയങ്ങളിൽ ഈ വോയിസ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ വോയിസ് മാറ്റി കൊടുക്കാൻ കഴിയും. Screen dimmed. അപ്പോൾ Pronunciations. Button. അതിന്റെ താഴെ പ്രൊനൗൺസിയേഷൻസ്. ഇത്രയും ഓപ്ഷൻസ് ആണ്. പ്രൊനൗൺസിയേഷൻസ് നമുക്ക് അറിയാം. നമ്മുടെ ഡിക്ഷണറിയിൽ വേർഡ് ആഡ് ചെയ്യുമല്ലോ. ഇപ്പം ചില വാക്കുകൾ നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്കത് ആഡ് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് മാറ്റാൻ കഴിയും. അപ്പം ഇന്ന് നമുക്ക് ഇത്രയും നോക്കാം. അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഭാഗമായിട്ട് വരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ റൗട്ടർ എന്ന് കേട്ടിട്ടുണ്ടാവും. റൗട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടോക്ക് ബാക്കിലായാലും ജീഷുവലായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. സെന്റൻസസ്, വേർഡ്സ്, സ്പീച്ച് റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ ഏതൊക്കെ സ്വൈപ്പ് ലെഫ്റ്റ് ഉണ്ട്, സ്വൈപ്പ് റൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. Screen dimmed. അപ്പൊ അടുത്ത ഇതിൽ നമുക്ക് ബാക്കിലോട്ട് പോകാനുള്ള ഇത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബേസിക് നാവിഗേഷൻസ് ആണ്. ഒരു വിരൽ വെച്ച് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ 2 ടാപ്പ് കേട്ടുമ്പോൾ ഫിംഗർ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലോട്ട് പോകും. 3 ടാപ്പ് കേട്ട് കഴിഞ്ഞ് ഫിംഗർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ റീസെന്റ് ആപ്സ് കിട്ടും. ഇനി മുകളിൽ നിന്ന് താഴോട്ട് 2 ടാപ്പ് കേൾക്കുമ്പോൾ കൺട്രോൾ സെന്റർ വരും. 3 ടാപ്പ് കേൾക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ പാനൽ വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.